ചെന്നിത്തല കിഴക്കേ വഴി തെക്കും ഭാഗം 5823 നമ്പർ സുബ്രഹ്മണ്യ വിലാസം NSS കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 23. ഹനുമാൻ വർദ്ധിച്ച വീര്യത്തോടെ ലങ്കയിലേക്ക് ചാടിയതോടെയായിരുന്നു ഇന്നലെ നമ്മുടെ കഥ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ രാമായണ കഥ, രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ സുന്ദരകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. ദുഃഖശാന്തിക്ക് രാമായണത്തിലെ സുന്ദരകാന്ഡം വായിക്കൂ എന്നാണ് പറയാറുള്ളത്. സുന്ദരമായ പരിണാമമാണ് സുന്ദരകാന്ഡത്തിൻ്റെ പ്രധാന പ്രത്യേകത. രാമമന്ത്രത്തോടെ ലക്ഷ്യം മാത്രം കേന്ദ്രീകരിച്ച് വായുവിലൂടെ പറന്നുപോകുന്ന ഹനുമാനെ പരീക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടെ ഭീകരരൂപിണിയായ സുരസ മാർഗതടസ്സമുണ്ടാക്കി നിന്നു. നീ ആരാണ്? നിൽക്കവിടെ. നഭസിൻ്റെ നാഥയായ എൻ്റെ അനുവാദമില്ലാതെ കടന്നുപോകുന്നവർ ആരായാലും എനിക്കവർ ഭക്ഷണമാണ്. വിഴുങ്ങാൻ പാകത്തിൽ വായും പൊളിച്ച് വഴിമുടക്കി നിൽക്കുന്ന ഭീകരരൂപിണിയോട് ഏറ്റുമുട്ടാൻ പോയാൽ ഉദ്ദേശിച്ച കാര്യത്തിന് കാലതാമസമുണ്ടാകും. നയത്തിൽ തടി തപ്പുന്നതാണ് ബുദ്ധി. ഞാൻ രാമദാസനായ ഹനുമാനാണ്. രാമകാര്യാർത്ഥം പോകുന്നു. രാമകാര്യം സാധിച്ചു വന്നിട്ട് ഞാൻ നിനക്ക് ഭക്ഷണമാകാം. എന്നെ പോകാൻ അനുവദിക്കണം. ഞാൻ സത്യലംഘനം ചെയ്യുകയില്ല. സാധ്യമല്ല. അനുവാദമില്ലാതെ കടന്നുപോകുന്നവരെ ഭക്ഷിച്ചുകൊള്ളാൻ വിധാതാവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. എനിക്കൊരു രാമൻ്റെയും കാര്യം കേൾക്കേണ്ട ആവശ്യമില്ല. ഒരു മർക്കടൻ്റെ വാക്കും കേട്ട് പിന്മാറാനും കാത്തിരിക്കാനും ഞാൻ ആരെന്നാണ് നീ കരുതിയത്? നാഗമാതാവായ കദ്രുവിൻ്റെ മകൾ സുരസയെ അതിന് കിട്ടില്ല. സൂര്യസാരഥി അരുണൻ്റെ പത്നി സുരസയാണോ നീ? സമ്പാദിയുടെയും ജഡായുവിൻ്റെയും അമ്മ ഭേഷായി. ഒരു മകൻ രാമകാര്യാർത്ഥം മോക്ഷം നേടി, മറ്റൊരുവൻ രാമകാര്യം പറഞ്ഞ് പുതുജീവൻ നേടി. അവരുടെ അമ്മയായ നീ രാമകാര്യാർത്ഥം പോകുന്ന എൻ്റെ തടിച്ച ദേഹം കണ്ട് ഭക്ഷിക്കാൻ വരുന്നു. മാരുതി എന്തു പറഞ്ഞിട്ടും പിന്മാറാൻ കൂട്ടാക്കാതെ വായും പിളർന്നു നിൽക്കുന്ന സുരസയുടെ വായിൽ കയറുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. സുരസയുടെ വായിലേക്ക് മാരുതി കയറാൻ തയ്യാറായതും അവൾ വക്രം വിടർത്തി. ഹനുമാൻ തൻ്റെ ശരീരം പർവ്വത സമാനം വലുതാക്കി. സുരസയുണ്ടോ വിട്ടുകൊടുക്കുന്നു? ഹനുമാൻ ശരീരം വലുതാക്കുന്നതിനനുസരിച്ച് അവൾ വായും വലുതാക്കിക്കൊണ്ടിരുന്നു. വായു വലുതാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സുരസയുടെ വായിലേക്ക് ഹനുമാൻ തൻ്റെ ശരീരം പൊടുന്നനെ ചെറുതാക്കി മഞ്ചാടിക്കുരുവിനേക്കാൾ ചെറുതായി വായിൽ കൂടി പ്രവേശിച്ച് ചെവിയിൽ കൂടി പുറത്തു വന്നു. മാതാവേ, ഈ പുത്രനെ അനുഗ്രഹിച്ച് യാത്രയാക്കൂ. ഞാനിപ്പോൾ അമ്മയുടെ മകനായിരിക്കുന്നു. സുസ്മേരവദനനായി മുന്നിൽ നിൽക്കുന്ന ആഞ്ജനേയനെ നോക്കി, മകനെ, ഇതൊരു പരീക്ഷണമായിരുന്നു. ദേവഹിതാർത്ഥമാണ് ഞാനിത് ചെയ്തത്. നീ വിജയിച്ചിരിക്കുന്നു. നിനക്ക് സർവമംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സുരസ രാക്ഷസരൂപം വെടിഞ്ഞ് സ്വന്തം രൂപം പ്രാപിച്ച് ഹനുമാനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. തടസ്സം നീങ്ങിക്കിട്ടിയ സന്തോഷത്തോടെ മുന്നോട്ട് കുതിച്ച ഹനുമാനെ ആരോ താഴെ നിന്ന് പിടിച്ചു നിർത്തി. ആഴിയിൽ നിഴൽ പിടിച്ച് ഭക്ഷിക്കുന്ന ജലരാക്ഷസിയായ സിംഹികയെ കണ്ടതും ഹനുമാൻ കാലുയർത്തി ഒരു ചവിട്ട് കൊടുത്തു. വാക്തർക്കത്തിന് നിന്നാൽ മാർഗതടസ്സമുണ്ടാകും. സിംഹിക ചത്ത് ആഴിയുടെ അടിത്തട്ടിലേക്ക് പോയി. സായം സന്ധ്യയായപ്പോൾ ഹനുമാൻ ലങ്കയിലെത്തി. സുവേല പർവ്വതത്തിൽ നിന്നുകൊണ്ട് ലങ്കാനഗരത്തിൻ്റെ പ്രൗഢിയും സുരക്ഷാ സംവിധാനങ്ങളും ഹനുമാൻ നോക്കിക്കണ്ടു. അതിശക്തമായ കാവൽ മറികടന്ന് എങ്ങനെ ഉള്ളിൽ പ്രവേശിക്കും? ഹനുമാൻ തൻ്റെ ശരീരം തീരെ ചെറുതാക്കി അടച്ചിട്ടിരുന്ന ഗോപുരവാതിലിൻ്റെ വിടവിലൂടെ അകത്ത് കടക്കാൻ ശ്രമിച്ചതും ഭീകരമായ ഒരലർച്ച കർണങ്ങളിൽ വന്നു പതിച്ചു. തിരിഞ്ഞു നോക്കിയ ഹനുമാന്റെ മുമ്പിൽ ഭീമാകാരത്തിൽ ഒരു കൊടിയ രാക്ഷസി പ്രത്യക്ഷപ്പെട്ടു. ഗോപുരം കാവൽക്കാരിയായ എന്നെ കബളിപ്പിച്ച് സൂത്രത്തിലകത്ത് കടക്കാൻ തുടങ്ങിയ കള്ളവാനര, ആരാണ് നീ? നിൽക്കവിടെ.
ഞാനൊരു സാധുവാനരൻ, ലങ്ക കാണാനുള്ള കൊതി കൊണ്ടു വന്നതാണ്. ഈ മറുപടി കേട്ടതും രാക്ഷസി കള്ളം പറയുന്നോ വാനര എന്ന് പറഞ്ഞ് ഹനുമാന്റെ ഹനുവിലിട്ട് ഊക്കിലൊരടി കൊടുത്തു. എന്നാൽ ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് ഹനുമാൻ തൻ്റെ ഇടതു മുഷ്ടി ചുരുട്ടി ഒരെണ്ണം തിരിച്ചു വിട്ടുകൊടുത്തതും ചോര തുപ്പി അവൾ നിലംപതിച്ചു. താഴെ വീണ രാക്ഷസിയെ ഹനുമാൻ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സത്യമായും അങ്ങ് വാനരവേഷത്തിൽ വന്ന മറ്റാരോ ആണ്. അങ്ങയുടെ ബാഹുബലം അങ്ങ് സാമാന്യനല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നു. ഞാൻ രാക്ഷസിയല്ല, ബ്രഹ്മദേവന്റെ ശാപമേറ്റ അഷ്ടലക്ഷ്മികളിൽ ഒരാളായ വിജയലക്ഷ്മി. ശ്രീരാമദൂതനായി വരുന്ന ഒരു വാനരൻ്റെ പ്രഹരമേറ്റാൽ ശാപമോക്ഷം കിട്ടുമെന്നാണ് ബ്രഹ്മദേവൻ അരുളി ചെയ്തിട്ടുള്ളത്. അങ്ങ് തീർച്ചയായും രാമദൂതൻ തന്നെ. പ്രഭു, ഈ ലങ്ക അതിവിശേഷമാണ്, കാവൽ അതിശക്തവും. സീതാദേവി അശോകവനത്തിൽ ശിംശിബ വൃക്ഷച്ചുവട്ടിൽ രാമനാമം ജപിച്ചിരിപ്പുണ്ട്. അവിടെ എത്തിച്ചേരുക ക്ഷിപ്രസാധ്യമല്ല. ദേവിയെ കണ്ടതിന് ശേഷം മാത്രമേ ലങ്ക ചുറ്റി നടന്ന് കാണാവൂ, അല്ലെങ്കിൽ അപകടം വിളിച്ചു വരുത്തും. ലങ്കാലക്ഷ്മി ഇത്രയും പറഞ്ഞ് ഹനുമാന് സർവമംഗളങ്ങളും നേർന്ന് രാക്ഷസരൂപം വെടിഞ്ഞ് ലങ്കയിൽ നിന്നു മറഞ്ഞു. ലങ്കയിലെ ലക്ഷ്മിയും പോയി മറഞ്ഞു. ഇനി എന്തു പരീക്ഷണങ്ങളാണോ നേരിടേണ്ടി വരിക? ആഞ്ജനേയൻ തൻ്റെ ശരീരം തീരെ കൃശമാക്കി ഗോപുരദ്വാരം കടന്ന് രാജധാനിയിലെത്തി. എല്ലാ മന്ദിരങ്ങളും ഒരുപോലെ. രാവണൻ്റെ കൊട്ടാരം ഏതാണ്? സീതാദേവി ഇരിക്കുന്ന അശോകവനം എങ്ങനെ കണ്ടെത്തും? ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഭീകരരൂപികളായ രാക്ഷസർ ഓരോ മന്ദിരത്തിനും കാവലുമുണ്ട്. രാമചന്ദ്ര, ഞാൻ എങ്ങനെ ദേവിയെ കണ്ടെത്തും? എത്ര സമയമായി തിരഞ്ഞു നടക്കുന്നു. എല്ലാ വഴിയും, എല്ലാ മന്ദിരങ്ങളും, എല്ലാം ഒന്നുപോലെ. പെട്ടെന്ന് സുഖശീതളമായ സുഗന്ധപൂരിതമായ ഒരിളം കാറ്റ് ഹനുമാനെ തലോടി മുന്നോട്ട് നയിച്ചു. പുത്രൻ്റെ സങ്കടം കണ്ട് വായുദേവൻ തന്നെ കാറ്റായി വന്ന് സീതാദേവി ഇരിക്കുന്ന ആരാമത്തിലേക്ക് ഹനുമാനെ നയിക്കുകയായിരുന്നു. ഹനുമാൻ രാമകാര്യം സാധിച്ചു, ദേവിയെ കണ്ടു എന്ന് സന്തോഷത്തോടെ ആർത്തു വിളിച്ചുകൊണ്ട് ഒരു കോടരത്തിനുള്ളിൽ പച്ചിലച്ചാർത്തുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. വൃക്ഷച്ചുവട്ടിൽ ഒരു പറ്റം രാക്ഷസ സ്ത്രീകളുടെ നടുവിൽ ഏറെ മുഷിഞ്ഞ് പാറിപ്പറന്ന തലമുടിയോടെ മലിനവേഷം ധരിച്ച് രാമരാമ ജപിച്ച് കുനിഞ്ഞിരിക്കുന്ന ദയനീയ സ്ത്രീരൂപം ദർശിച്ചതും ഹനുമാന്റെ കണ്ണിൽ നിന്നും നീർധാരധാരയായി ഒഴുകി. രാമദേവൻ ഇതെങ്ങനെ സഹിക്കും? ഈ രൂപം, ഈ സങ്കടം, എൻ്റെ സ്വാമിനിക്ക് ഈ അവസ്ഥ വന്നല്ലോ. നേരം പാതിരാവോടടുത്തിരിക്കുന്നു. കാവൽക്കാരികൾ ഇതുവരെയും ഉറങ്ങിയിട്ടില്ല. തൻ്റെ വരവ് എങ്ങനെ അറിയിക്കും എന്ന് ചിന്തിച്ചിരിക്കെ വലിയൊരാരവം അടുത്തടുത്ത് വരുന്നത് ചങ്കിടിപ്പോടെ ആഞ്ജനേയൻ നോക്കിക്കണ്ടു. പ്രൗഢഗംഭീരമായ ഒരു ഘോഷയാത്ര, അതും അർദ്ധരാത്രിയിൽ. ഏറ്റവും മുമ്പിൽ അഴകിയ രാവണൻ. 10 തലയിലും വെച്ചിട്ടുള്ള രത്നകിരീടങ്ങൾ വെട്ടിത്തിളങ്ങുന്നു. 20 കൈകളിലും തിളങ്ങുന്ന കൈവളകൾ, എല്ലാ വിരലിലും മോതിരങ്ങൾ, കഴുത്തിൽ മുത്തുമാല, മണിമാല എന്നിവ ചാർത്തിയിരിക്കുന്നു. നെറ്റിയിലെ വർണ്ണപ്പൊട്ടുകൾ തിളങ്ങുന്നു. പട്ടാമ്പരം ഞുറിഞ്ഞുടുത്തിരിക്കുന്നു. കാലിൽ സ്വർണ്ണ പാദുകങ്ങൾ, ആലവട്ടവും വെഞ്ചാമരവും വെൺകൊറ്റക്കുടയും. ചുറ്റും സുര അസുര സുന്ദരികൾ, രാക്ഷസ സ്ത്രീകൾ. ശ്വാസം വിടാതെ വൃക്ഷകോടരത്തിനുള്ളിലിരുന്ന് മാരുതി ആ കാഴ്ച കണ്ടു. സീതാദേവി ഇരിക്കുന്നിടത്തേക്ക് ആ ഘോഷയാത്ര അവസാനിച്ചു. നിലത്ത് കുനിഞ്ഞ മുഖത്തോടെ പരവശയായിരിക്കുന്ന സീതയെ രാവണൻ നോക്കി. അവൻ്റെ മനസ്സിൽ ചില ആകുല ചിന്തകൾ ഉടലെടുത്തു. എന്തു ചെയ്യാം? ഇതെൻ്റെ ശാപമാണ്. ഇന്നലെ ഉറക്കത്തിൽ കണ്ട സ്വപ്നം സത്യമാണെങ്കിൽ രാമൻ്റെ ദൂതും വഹിച്ച് ഒരു വാനരൻ ഇവിടെ എവിടെയോ വന്നു പതുങ്ങിയിരിപ്പുണ്ട്. അവനും കൂടി കാണാനാണ് തൻ്റെ സീതാസന്ദർശനം ഇന്നിത്ര കെങ്കേമമാക്കിയിരിക്കുന്നത്.
അവൻ സീതയെ കണ്ട് വൃത്താന്തം പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഈ വരവും എൻ്റെ പ്രകടനങ്ങളും കൂടി രാമചന്ദ്രനെ അറിയിക്കണം. എന്നാൽ മാത്രമേ രാമൻ എന്നോട് വിദ്വേഷമേറുകയുള്ളൂ. സീതയെ തട്ടിക്കൊണ്ടു പോന്നിട്ട് മാസങ്ങൾ എത്ര കഴിഞ്ഞു. രാമൻ ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയോടെയാണ് പ്രേമഭാവവുമായി സകലരെയും കബളിപ്പിച്ച് തൻ്റെ വരവുപോക്കുകൾ. രാമൻ തൻ്റെ ഇന്നത്തെ പ്രകടനത്തോടെ പരമാവധി കോപിക്കണം എന്നു മനസ്സിൽ ചിന്തിച്ചുറച്ച് ശൃംഗാരഭാവത്തോടെ തേനൂറുന്ന സ്വരത്തിൽ ഭാഷണം ചെയ്തുകൊണ്ട് സീതയുടെ അരികിലെത്തി. സീതയൊന്നു വിറച്ചു. ഭയവിഹ്വലയായി മുഖം ഒന്നുകൂടി താഴ്ത്തി. ജനകാത്മജേ, നിനക്കെന്താണ് എന്നോട് ഇത്ര കോപം? സർവസുഖങ്ങളും ലങ്കാമഹാരാജ്ഞി പട്ടവും വാഗ്ദാനം ചെയ്തവനല്ലേ ഞാൻ? എന്നോടും പൗരുഷശാലിയായി ഈ ത്രിഭുവനത്തിൽ ആരെങ്കിലും ഉണ്ടോ? സൗന്ദര്യമേറിയ എൻ്റെ ഈ 10 മുഖങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണമെന്നില്ലേ ജനകാത്മജയെ നിനക്ക്? ലങ്കാസിംഹാസനാധിപതി നിന്റെ മുമ്പിൽ ഇതാ കുമ്പിടുന്നു. എൻ്റെ ഹൃദയം നിന്നെ ഓർത്ത് തപിക്കുന്നു. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആത്മപ്രശംസയും നടത്തി അഴകിയ രാവണനായി കൊഞ്ചിക്കുഴഞ്ഞു നിന്ന രാവണനെ തേടി സീതയുടെ കർണകഠോരമായ വാക്കുകളെത്തി. രാവണ, നിങ്ങളൊരു വിഡ്ഢിയാണ്. ലങ്ക വിഡ്ഢിയുടെ സ്വർഗവും. നിങ്ങളുടെ ധർമ്മപത്നി മണ്ഡോദരിയുടെ കൺമുമ്പിലല്ലേ നിങ്ങളുടെ ഈ പ്രേമനാടകം? എത്രയായിരം പതിവ്രതകളുടെ മാനമാണ് നിങ്ങൾ നിഷ്കരുണം കവർന്നത്. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ പാതിവ്രത്യമാണ്. അധികാരവും കയ്യൂക്കും കാണിച്ച് പ്രായഭേദം നോക്കാതെ എത്ര പേരെയാണ് നിങ്ങൾ കൊല്ലാക്കൊല ചെയ്തത്? എത്ര പേർ ജീവനൊടുക്കി? എത്ര പേരുടെ ശാപം നിങ്ങൾ പേറി? ഒന്നും പോരാഞ്ഞ് രാമപത്നിയായ എന്നെ രാമനില്ലാത്ത സമയം നോക്കി കപടവേഷവും ധരിച്ച് ഒരു കുടിച്ചിപ്പട്ടിക്ക് സമം സാഹസം കാട്ടി കട്ടുപിടിച്ചുകൊണ്ടുവന്നിട്ട് വീരസ്യം കാട്ടി വീമ്പിളക്കുന്നു. എൻ്റെ ഭർത്താവ് നിൻ്റെ ഈ പ്രവൃത്തി അറിഞ്ഞാൽ ഒരമ്പിനാൽ നിൻ്റെ തല 10 തെറിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുൽക്കൊടി നുള്ളിയെടുത്ത് രാവണൻ്റെ മുമ്പിലേക്കിട്ടു. നീയും ദേ ഈ പുൽക്കൊടിയും എനിക്ക് സമം. സീതാദേവിയുടെ പരുഷമായ വാക്കുകളും പ്രവൃത്തിയും രാവണനെ കോപാന്ധനാക്കി. ക്രുദ്ധനായി വാൾ വലിച്ചെടുത്ത് കോമരം തുള്ളുന്നത് പോലൊരു വിറയൽ അവനിലുണ്ടായി. നിന്റെ തല ഇപ്പോൾ ഞാൻ തെറിപ്പിക്കും എന്നാക്രോശിച്ചുകൊണ്ട് വാൾപ്പിടിയിൽ കൈവച്ച രാവണനെ മണ്ഡോദരി തടഞ്ഞു. അങ്ങൊരു മഹാരഥനല്ലേ? ഹീനമായ ഈ പ്രവൃത്തി, കാമം മൂത്ത് സ്ത്രീവധം അങ്ങേക്ക് ഉചിതമാണോ? ഇത് വെറും ഒരു മനുഷ്യ സ്ത്രീ. ദേവ, ധനുജ, ദൈത്യ, ഗന്ധർവ വർഗത്തിൽപ്പെട്ട എത്ര സുന്ദരികൾ അങ്ങയുടെ അധീനതയിൽ ഉഴവും കാത്തിരിപ്പുണ്ട്. ബന്ധുക്കൾ ആരും അടുത്തില്ലാതെ ഭർത്താവിനെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന ഈ സാധു സ്ത്രീയെ സ്വന്തമാക്കണമെന്ന് അങ്ങ് എന്തിനാണ് ഇത്ര നിർബന്ധം പിടിക്കുന്നത്? അങ്ങയുടെ നാശക്കുഴി അങ്ങ് തന്നെ തോണ്ടരുത്. അതിമൂഢനായ രാവണൻ മണ്ഡോദരിയുടെ വാക്ക് കേട്ട് ലജ്ജിതനായി. എന്നാലും സീതയെ പാട്ടിലാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അശാന്ത മനസ്സോടെ തിരിച്ചുപോയി. ഹനുമാന്റെ ലങ്കായാത്ര, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം, രാവണൻ്റെ പുറപ്പാടും ഇച്ഛാഭംഗവും എന്നീ കഥാഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ലങ്കായാത്രയിൽ ഹനുമാൻ പരീക്ഷണങ്ങൾ അതിജീവിക്കുന്നത് തന്ത്രവും യുക്തിയും ബുദ്ധിയും കായിക ബലവും അവസരത്തിനൊത്ത് പ്രയോഗിച്ചാണ്. ഒരു കുപ്പിയിലെ മരുന്നല്ല എല്ലാ രോഗത്തിനും വേണ്ടത്. എതിരിടാൻ വരുന്നവൻ്റെ രീതിക്കനുസരിച്ചാകണം മറുമരുന്ന് നൽകേണ്ടത് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയാണ് സീതയിൽ ദൃശ്യമാകുന്നത്. നിരാലംബയായ സ്ത്രീക്ക് വെച്ചു നീട്ടുന്ന സൗഭാഗ്യങ്ങളെ ലങ്ക മുടിചൂടുന്ന പ്രതാപവാനായ രാവണനെ തൻ്റെ രാമൻ്റെ സ്ഥാനത്ത് കേവലം ഒരു ശുഷ്ക ശഷ്പത്തിൻ്റെ വിലയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് പുല്ലു നുള്ളിയിട്ടുകൊണ്ടുള്ള സീതയുടെ പ്രവൃത്തി. പ്രലോഭനങ്ങളിൽ കുടുങ്ങരുത്.
കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ഏത് സാഹചര്യത്തിലും നഷ്ടപ്പെടാതെ സംരക്ഷിക്കണം. അന്യൻ്റെ ഭാര്യയെ കാംക്ഷിക്കുന്നതും ആരും അറിയുന്നില്ല എന്ന മട്ടിൽ ബന്ധം സ്ഥാപിക്കുന്നതും സ്ത്രീകൾ ഭർത്താവിനെ വഞ്ചിച്ച് പരപുരുഷൻ്റെ പിന്നാലെ പോകുന്നതും അധർമ്മമാണ്. നമ്മുടെ ധർമ്മരീതികളെ പിന്തുടരാം. അതാണ് ജീവിത വിജയത്തിന് ആധാരം. ശ്രീരാമചന്ദ്രൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. സീതാദേവി സ്മൃതിയോടെ നിർത്തുന്നു.